അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അജ്മഈൻ അമ്മാ ബഅദ് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അവ്വലൻ നുഹയ്യിക്കും ബിതഹിയ്യത്തിൽ ഇസ്ലാമിൽ ഖാലിദ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ റമദാനിൻ്റെ പുണ്യമാക്കപ്പെട്ട സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മയും റബ്ബിൻ്റെ മീസാനിൽ കടന്തൂങ്ങുന്ന സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും വലിയ പ്രയാസത്തോടു കൂടെയാണ് ഈ റമദാനിൻ്റെ 1-2 ദിവസങ്ങളിലായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അകമഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം പ്രവാസികളുടെ കുടുംബക്കാരായ ആളുകൾ നമ്മളിൽ പലരും ഇന്ന് വലിയ വേദനകളിലാണ്, വലിയ ആശങ്കയിലാണ്. അവിടെയും ഇവിടെയുമൊക്കെ പൊട്ടിത്തെറികളും ബോംബേറുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ, മിസൈലുകളും ഒക്കെ പൊട്ടിത്തെറിക്കുമ്പോൾ അതിലെൻ്റെ കുടുംബമുണ്ടോ, അതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടോ, എൻ്റെ തൊട്ടടുത്താണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വേദനകളാലും സങ്കടങ്ങളാലും പ്രയാസങ്ങളാലും ഒക്കെയാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന റമദാനിൻ്റെ ഈ ഒരു ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏറ്റവുമേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ അത് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രവാചകൻ്റെ ഹദീസുകളും അത് നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് വല്ലദീന കഫറു അഅ്മാലുഹും കസറാബിൻ ബിഖീഅ യഹ്സബുഹുൽ ളംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈഅ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലെ 24-ാമത്തെ വചനത്തിലൂടെ, അഹ്സാബിലെ 24-ാമത്തെ വചനത്തിലൂടെ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? അള്ളാഹു പറയുകയാണ്, ചില ആളുകളുണ്ട്, കാഫിര്യങ്ങളായ ആളുകൾ, അവരുടെ വിചാരം എന്താണ്? തങ്ങൾ ചെയ്യുന്നത് വലിയ നല്ല പ്രവർത്തനങ്ങളാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അള്ളാഹു പറയുകയാണ്, കസറാബിൻ ബിഖീഅ, മരുഭൂമിയിലെ മരുപ്പച്ച പോലെയാണത്. അഥവാ മരുപ്പച്ചരയിൽ മരീചിക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഹൈവേയിൽ, ടാറിട്ട റോഡിലൂടെ ഹൈവേയിലൊക്കെ സഞ്ചരിക്കുന്ന വാഹനം ഓടിക്കുന്ന ഒരാളാണ് നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ വലിയ ദൂരത്തിൽ നമുക്ക് അവിടെ വെള്ളമുണ്ട് എന്ന് ഫീൽ ചെയ്യാറുണ്ട്, നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതെന്താ കാരണം? അവിടെ വെള്ളം ഉണ്ടായിട്ടാണോ? അല്ല, അത് വെയിലിൻ്റെ താപം കൊണ്ട് അവിടെ ഒരു തിളങ്ങുന്നത് പോലെ, ഒരു വെള്ളമുള്ളത് പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതിനെയാണ് മരീചിക എന്ന് പറയുക. എന്നാൽ അള്ളാഹു പറഞ്ഞു, ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ അനുഭവപ്പെടും. അങ്ങനെ തോന്നിക്കപ്പെടും. അള്ളാഹു പറഞ്ഞു, യഹ്സബുഹുൽ ളംആനു, വലിയ ദാഹപരവശനായിക്കൊണ്ട് മരുഭൂമിയിലൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് വെയിലേറ്റുകൊണ്ട് മരുഭൂമിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ വിചാരിക്കുക, അവൻ അവിടെ വിചാരിക്കുന്നതാണ് അവിടെ വെള്ളമുണ്ട് എന്നതാണ്. ഹത്താ ഇദാ ജാഅഹു, അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് എത്ര നടന്നിട്ട് അവിടെ എത്തിയാൽ തന്നെയും ലം യജ്ദുഹു ശൈഅ, അവിടെ ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. വീണ്ടും നോക്കുക നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുകയാണ്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. ചില ആളുകളുണ്ട്, അവരുടെ കർമ്മങ്ങൾ ഒരുപാട് ചെയ്തവർ കഷ്ടപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ പ്രവർത്തിച്ചിട്ട് പരലോകത്ത് വരും. പക്ഷേ അവരുടെ കർമ്മങ്ങളിലേക്ക് അവർ നാളെ പരലോകത്ത് എത്തി നോക്കുമ്പോൾ അവരത് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, അള്ളാഹു പറഞ്ഞു, അത്തരക്കാരുടെ കർമ്മങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും? ധൂളികളാക്കി, ചിതറിയ പൊടികളാക്കി തീർക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, ഇതാരെ പറ്റിയാ പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാരെ പറ്റിയാ പറയുന്നത്? ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ആ നന്മകളൊന്നും പരലോകത്ത് കിട്ടാതെ പോകുന്ന ഹതഭാഗ്യവാന്മാരെയാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ അറിയിച്ച ഒരു വചനമാണ്, ഫമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ.
നിങ്ങൾ ഒരണുമണി തൂക്കം നന്മ ചെയ്താലും അത് അള്ളാഹുവിൻ്റെ മീസാനിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ കാണും. ഏതുവരെ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ സഹാബി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പറയുന്നുണ്ട്, മിസ്കാല ദർറ, നമ്മൾ അർത്ഥം വെക്കുന്നത് എന്താണ്? അണുമണി തൂക്കം അല്ലെങ്കിൽ ഒരു കടുകുമണിയോളം എന്നൊക്കെയാണ് നമ്മൾ അർത്ഥം വെക്കുക. എന്നാൽ ഇതിൻ്റെ ശരിക്കുള്ള വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ 2 വിശദീകരണങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഒരു ചെറിയ കട്ടുറുമ്പ്, ആ കട്ടുറുമ്പിൻ്റെ ഏറ്റവും ചെറിയ കാലിൻ്റെ തൂക്കം, അതിനെയാണ് മിസ്കാല ദർറ എന്ന അറബി ഭാഷയിൽ പറയുക. രണ്ടാമത്തെ ഒരു വിശദീകരണമുള്ളത്, ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് ഒരു ചെറിയൊരു വെട്ടം വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ വെട്ടത്തിലൂടെ നമുക്ക് ചെറിയ പൊടിപടലങ്ങൾ ഇങ്ങനെ പാറിപ്പറക്കുന്നത് കാണാൻ കഴിയും. അതിലെ ഒരു പൊടിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നുള്ളിനെയാണ് അതിലെ മിസ്കാല ദർറ എന്ന് പറയുക. എന്നാലോചിച്ച് നോക്കിയാൽ, നമ്മൾ ചെയ്യുന്ന അത്രയും നിസ്സാരമായി നമ്മൾ കാണുന്ന നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അത് പരലോകത്ത് കാണുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, ചില ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും? ഒന്നുമല്ലാതെ പാറ്റിച്ച് കളയുന്ന, ഒന്നുമല്ലാതെ പൊടിയാക്കി കളയുന്ന, നിഷ്ഫലമാക്കി കളയുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ഒരു ഗണത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. വിശ്വാസികളെ, നമ്മൾ ഈ റമദാനിൽ നോമ്പ് നോറ്റിട്ട് കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നവരായി നമ്മൾ തീരരുത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിങ്ങനെ ഇറങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിങ്ങനെ ഓതി കേൾപ്പിക്കുന്നതാണ് സഹാബിമാരോട്. ആയത്ത് ഇപ്രകാരമാണ്, ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുഷ്ഫിഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വിശ്വാസമുള്ളവർ. വല്ലദീന ഹും ബി ആയാത്തി റബ്ബിഹിം യുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഈമാനുള്ളവർ. വല്ലദീന ബി റബ്ബിഹിം ലാ യുശ്രികൂൻ, അള്ളാഹുവിനെ ശിർക്ക് ചെയ്യാതെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകളാണ് ഈമാനുള്ളവർ. വല്ലദീന യുഅ്തൂന മാ അതൗ, അതേപോലെ തന്നെ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നവരുമാണവർ. വജിലത്തുഹും, ആ ചെലവഴിക്കുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ വിറകൊള്ളുന്നുണ്ട്. അള്ളാഹു പറയുകയാണ്, വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചുകൊണ്ടാണ് അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് അവർ ചെലവഴിക്കുന്നത്. ഇലാ റബ്ബിഹിം അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അള്ളാഹുവിലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണ് എന്ന ഭയപ്പാടോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നതാണ്, റസൂലേ, എന്തിനാണ് നന്മ ചെയ്യുമ്പോൾ പേടിക്കുന്നത്? അല്ലേ, നമുക്കും ആ ഒരു ചോദ്യം ഉണ്ടാകും. നന്മ ചെയ്യുമ്പോൾ, അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുമ്പോൾ എന്തിനാ പേടിക്കണത്? അള്ളാഹു അത് സ്വീകരിക്കില്ല എന്നുള്ള പേടിയാണോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞു പ്രവാചകനോട്. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ആയത്തോതിയിട്ട് എന്തിനാണ് അവരിങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിച്ചു. അവർ വ്യഭിചാരം ചെയ്തത് കൊണ്ടാണോ അവർ പേടിക്കുന്നത്? അതല്ല അവർ കള്ളുകുടിയന്മാരായതുകൊണ്ടാണോ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുമ്പോൾ പേടിക്കുന്നത്? അതുമല്ല അവർ കള്ളന്മാരായതുകൊണ്ടാണോ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുമ്പോൾ അവർ പേടിക്കുന്നത് എന്ന് വിശ്വാസികളെ സംബന്ധിച്ച് ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി എന്താണ്? സിദ്ദീഖിൻ്റെ മകളെ, അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളെ സ്നേഹം കൊണ്ട് ഭാര്യയെ വിളിച്ചതാണ്. അങ്ങനെ പ്രവാചകൻ വിളിച്ചിട്ട് പറഞ്ഞത്, വലാകിന്നഹും അല്ലദീന യുസല്ലൂന വയസൂമൂന വയതസദ്ദഖൂന, അങ്ങനെയല്ല ആയിഷ, മറിച്ച് അവർ നമസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, സ്വതക്ക ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അവർ ഭയപ്പെടാനുള്ള കാരണം വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അള്ളാഹു നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന പേടി കൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ നന്മ ചെയ്യുമ്പോഴും പേടിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിനെ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടോ എൻ്റെ കർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന്? ഇന്ന് രാവിലെ നമ്മൾ സുബഹി നമസ്കരിച്ചു, ഇന്ന് തൊട്ടു മുന്നേ നമ്മൾ അള്ളാഹുവിന് വേണ്ടി പല നന്മകളും നമ്മൾ ചെയ്തു. അള്ളാഹു ആ നമസ്കാരവും നന്മയും സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുത്തബി ഉസ്സുന്ന, സുന്നത്തിൻ്റെ കണിശക്കാരൻ എന്ന് പ്രവാചകന്റെ സഹാബിമാരിൽ കീർത്തിയുള്ള പേര് കേട്ട സഹാബിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അദ്ദേഹം.
അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സക്കറാത്തിന്റെ ഹാലിൽ അദ്ദേഹം കരയുന്ന ഒരു രംഗം ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം തൻ്റെ വിരിപ്പിൽ കിടന്നുകൊണ്ട് കരയുമ്പോൾ പല ആളുകളും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹ്മാൻ ഉപ്പയെ കാണാൻ വേണ്ടി, ഉപ്പയുടെ വിശേഷങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി, ആ ഒരു പ്രയാസം ഒന്ന് ഉപ്പയെ സമാധാനിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നു. ഉപ്പയോട് ചോദിച്ചു, എന്തിനാണ് ഉപ്പ താങ്കൾ കരയുന്നത്? റസൂലുള്ളാഹിന്റെ കൂടെ നമസ്കരിച്ചതല്ലേ, പ്രവാചകൻ നമസ്കരിക്കുന്നത് കണ്ട് നമസ്കരിച്ചതല്ലേ, റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജും ഉംറയും ചെയ്തതല്ലേ, റസൂലുള്ളാഹിന്റെ കൂടെ നടന്നതല്ലേ, പ്രവാചകന്റെ കൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തതല്ലേ താങ്കൾ, പിന്നെ എന്തിനാണ് താങ്കൾ കരയുന്നത്, താങ്കൾ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് മകൻ ഉപ്പയോട് ചോദിച്ചു. ആ സമയം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉപ്പയോട് ചോദിച്ച മകനോട് മറുപടി പറഞ്ഞത്, മകനെ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കൂടെ നമസ്കരിച്ചു, ശരിയാണ്. റസൂലുള്ളാഹിന്റെ കൂടെ യുദ്ധത്തിന് പോയിട്ടുണ്ട്, അതും ശരിയാണ്. പ്രവാചകൻ ചെയ്തത് പ്രകാരമാണ് ഞാൻ ചെയ്തത്, അതൊക്കെയും ശരിയാണ്. പക്ഷേ എൻ്റെ പേടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമസ്കാരം ഞാൻ നിർവഹിച്ചതിൽ അള്ളാഹുവിന് വേണ്ടി ഒരു റക്അത്തിൽ 2 സുജൂദ് ഞാൻ ചെയ്യുന്നുണ്ട്. അള്ളാഹിന്റെ പ്രവാചകന്റെ സുന്നത്താണ്, പ്രവാചകൻ പഠിപ്പിച്ചതാണ്. നമസ്കാരത്തിന്റെ രൂപത്തിൽ ഒരു റക്അത്തിൽ 2 സുജൂദ് ഉണ്ട്. ആ സുജൂദിൽ ഏതെങ്കിലും ഒന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞാൽ ഈ ഉമറിന് ഈ ലോകം വിട്ടുപോകാൻ, ഈ ഉമറിന്റെ മകന് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഒരു പ്രയാസവുമില്ല മകനെ എന്നത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മളോട് പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു ചിന്ത? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരമായ പ്രവാചകന്റെ വ്യത്യസ്ത ഹദീസുകളോട് നമ്മൾ പഠിപ്പിച്ച കാരണമാണ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് വേണം. റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ റമളാനിൽ ബിസ്മി ചൊല്ലി ഈത്തപ്പഴം കഴിച്ച് വെള്ളം കുടിച്ചതിന് ശേഷം നമ്മളൊരു പ്രാർത്ഥന ചൊല്ലും. എന്താ പ്രാർത്ഥന? ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. എന്താ പ്രാർത്ഥനയുടെ അർത്ഥം? ദഹബൽ ളമഉ, അല്ലാഹുവേ എൻ്റെ ദാഹം ശമിച്ചു. ശരിയാണ്, കാരണം നമ്മൾ ഈത്തപ്പഴവും വെള്ളവും ഒക്കെ കുടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു, എൻ്റെ നാഡീ നരമ്പൊക്കെയും നനഞ്ഞു. പക്ഷേ ഈ 2 കാര്യങ്ങൾക്ക് ശേഷം മൂന്നാമത് പറയുന്നത് എന്താണ്? വസബത്തൽ അജ്റു, എൻ്റെ പ്രതിഫലം ഉറച്ചു എന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന പറഞ്ഞു നിർത്തുന്നില്ല. മറിച്ച് എന്താ പറഞ്ഞത്? ഇൻഷാ അല്ലാഹ്, അല്ല ഉദ്ദേശിച്ചാൽ. അവിടെ ആദ്യത്തെ 2 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ആദ്യത്തെ 2 എണ്ണത്തിലും നമുക്ക് അനുഭവപ്പെട്ടതാണ്. നമ്മുടെ ദാഹം തീർന്നു, നമ്മുടെ നാഡീനരമ്പൊക്കെ നനഞ്ഞു. പക്ഷേ മൂന്നാമത്തതിൽ പറഞ്ഞപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിച്ചേർത്തതിൻ്റെ കാരണം എന്താണ്? അത് അള്ളാഹു തീരുമാനിക്കണം. പ്രതിഫലം കിട്ടിയിട്ടുണ്ടോ, അത് ഉറക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമെന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാരുടെ ശ്രേഷ്ഠനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹുവിൻ്റെ ഖലീലായി, അള്ളാഹുവിൻ്റെ ചങ്ങാതിയായി റബ്ബ് തെരഞ്ഞെടുത്ത പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, 2 പേരും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബാലയത്തിന്റെ പുനർനിർമ്മിതി നടത്തുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നവരാണ്. എന്നാൽ നമ്മളൊന്ന് കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിന്റെ പുനർനിർമ്മിതി നടത്തുന്നത്. അള്ളാഹിന്റെ കൽപ്പനയുണ്ട്. ചെയ്യുന്നത് ആരാ? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റബ്ബിന്റെ കൂട്ടുകാരനാണ്, ചങ്ങാതിയാണ്. ആ ചങ്ങാതിയുടെ മകനും ചേർന്നുകൊണ്ടാണ് അത് നിർവഹിക്കുന്നത്. മാത്രവുമല്ല, ചെയ്യുന്ന പ്രവൃത്തി ഏതാ? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും പ്രത്യേകതയുള്ള, നമസ്കരിച്ചാൽ ലക്ഷക്കണക്കിന് റക്അത്തുകളുടെ പ്രതിഫലം കിട്ടുന്ന, മസ്ജിദുകളിൽ ഏറ്റവും മുന്തിയ പ്രതിഫലമുള്ള മസ്ജിദുകളുടെ അള്ളാഹ് ആദ്യമായി ഭൂമിയിൽ അള്ളാഹു പണി കഴിപ്പിച്ച ഗേഹമാണ്, മന്ദിരമാണ്, അള്ളാഹുവിൻ്റെ ഭവനമാണ് കഅബ. ആ കഅബയുടെ പുനർനിർമ്മിതിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യുന്നത്. അത് ചെയ്യാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി. ഇത് ചെയ്തിട്ടും അള്ളാഹിന്റെ പ്രവാചകൻ എന്താ പ്രാർത്ഥിച്ചത്? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം, അള്ളാഹുവെ സ്വീകരിക്കണേ എന്നാണ്. എന്നാൽ ആ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു രംഗമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ഇബ്രാഹിം നബി അത് പ്രാർത്ഥിക്കുന്നത് എപ്പോഴാ?
നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അതിൻ്റെ കഅബാലയത്തിൻ്റെ ആ 4 തൂണുകൾ പണിതു. അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ തൂണുകൾ പടുത്തുയർത്തിയ സന്ദർഭം എന്നതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവരുന്ന കല്ലെടുക്കും. എന്നിട്ട് കഅബാലയത്തിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹം അത് ഉറപ്പിച്ചു നിർത്തും. എന്നിട്ട് അത് നിർത്തിയതിനു ശേഷം ഇന്ന് മക്കാമു ഇബ്രാഹിമുള്ള ഭാഗത്തേക്ക് ഇബ്രാഹിം നബി ഇറങ്ങി നിൽക്കും. എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവേ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. എന്നിട്ട് രണ്ടാമത് ചെല്ലും, രണ്ടാമത്തെ കല്ലെടുത്ത് വെക്കും. എന്നിട്ട് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും മക്കാമു ഇബ്രാഹിമിന്റെ ഭാഗത്ത് വന്ന് നിന്നുകൊണ്ട് അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു, റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. മൂന്നാമത് കല്ലെടുത്ത് വെക്കും. അങ്ങനെ ഓരോ കല്ലെടുത്ത് വെച്ചതിന് ശേഷവും ഇബ്രാഹിം നബി പ്രാർത്ഥിക്കണം, റബ്ബേ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണേ നാഥാ. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമസ്കാര ശേഷം, നമ്മുടെ ദുആകൾക്ക് ശേഷം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശേഷം, ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തതിന് ശേഷം, ഏതെങ്കിലും പള്ളിയിൽ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി അതിനുള്ള വിഭവങ്ങൾ എത്തിച്ചു കൊടുത്തതിന് ശേഷം, നമ്മുടെ വീട്ടുകാരെ സഹായിച്ച ശേഷം, നമ്മൾ നമ്മുടെ ഏതെങ്കിലും ജീവിതത്തിൽ ചെയ്ത നന്മയ്ക്ക് ശേഷം നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ടോ കൂട്ടരെ, റബ്ബന തഖബ്ബൽ മിന്നാ, റബ്ബേ സ്വീകരിക്കണേ നാഥാ എന്ന്? ഇനി ഇതൊരു തുടക്കമാകണം. പ്രവാചകൻ ഇബ്രാഹിം നബി തുടങ്ങി വെച്ച ആ ഒരു പാത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തണം. ഏത് നന്മ ചെയ്താലും അള്ളാഹുവെ നീ സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നീ നമസ്കരിക്കുമ്പോൾ നിന്റെ അവസാനത്തെ നമസ്കാരമാണ് നീ നിർവഹിക്കുന്നത് എന്ന ബോധത്തോടു കൂടി നിർവഹിക്കണം എന്നാണ്. അതായത് ഇന്ന് സുബഹി നമസ്കരിച്ചു, ഇനി ലുഹറിലേക്ക് ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. ആ രീതിയിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖുശൂഓടുകൂടി നല്ല ഈമാനോടുകൂടെ ആയിരിക്കണം നീ നിർവഹിക്കേണ്ടത്. അതെല്ലാ കർമ്മത്തിലും അങ്ങനെ ആയിരിക്കണം. ഇനി അടുത്ത ദിവസത്തേക്ക്, അടുത്ത സമയത്തേക്ക് ഞാനാണോ നിങ്ങളാണോ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നമ്മളിൽ നിന്ന് റൂഹിനെ കൊണ്ടുപോകുക എന്ന് നമുക്കൊരാൾക്കും അറിയുകയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്ത എല്ലാ നന്മയും അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നോക്കൂ നിങ്ങൾ, മഹാനായ സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. മിക്ക സന്ദർഭങ്ങളിലും അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. എന്താ പ്രാർത്ഥിക്കുന്നത്? യാ ലൈതനി ത്വായിറൻ യതീറു ഫനൻ ഇലാ ഫന, അള്ളാഹുവേ എന്നെ ഒരു പക്ഷിയാക്കി നീ സൃഷ്ടിച്ചാൽ പോരായിരുന്നോ? കാരണം എന്താ? പക്ഷി എന്താ? യതീറു ഫനനിൽ ഫനൻ, ഒരു ചില്ലയിൽ നിന്ന് മറ്റൊരു ചില്ലയിലേക്ക്, ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക്, ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പക്ഷി ഇങ്ങനെ പാറിപ്പറക്കും. അതിന് ഭക്ഷണം കിട്ടും, അത് കുറച്ച് കഴിഞ്ഞ് ചത്തുപോകും, പരലോകത്ത് അതിനൊന്നുമില്ല. അല്ലെങ്കിലോ അള്ളാഹുവേ നിന്നെ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് ഒരാൾക്കും ഒരു ബാധ്യതയുമില്ല, എനിക്ക് ഒരാളോടും തിന്മയായ ചെയ്ത ഒന്നും എനിക്ക് കൊടുക്കാനില്ല. അതേപോലെ തന്നെ എന്നോടും ഒന്നുമില്ലാത്ത രീതിയിൽ, എല്ലാം തുല്യമായ രീതിയിൽ എന്നെ ആക്കിയിരുന്നെങ്കിൽ, എനിക്ക് സ്വർഗം കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റബ്ബിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, നമ്മളും ആത്മാർത്ഥമായി നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ അടുക്കൽ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകുന്നവരാണ് നമ്മളെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും ഹതഭാഗ്യവാന്മാരായി നമ്മൾ തീരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൻ്റെ പകലുകളെ സംബന്ധിച്ച്, റമളാനിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങൾ കളവ് പറയരുത്, മറ്റൊരാളെ ഉപദ്രവിക്കരുത്, മറ്റൊരാളെ ആക്ഷേപിക്കരുത് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. റമളാനിൻ്റെ ചൈതന്യം, റമളാനിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ് പോവുക. എന്നാൽ റമളാൻ കഴിഞ്ഞാലോ? അവിടെയും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്, ആരാണ് മുസ്ലിം? അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ഞാനൊരു മുസ്ലിമാണെന്ന് പറയണമെങ്കിൽ എൻ്റെ അയൽവാസിയും എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടുകാരും എൻ്റെ വേണ്ടപ്പെട്ടവരും ഞാനുമായി ഇടപഴകുന്ന ഓരോരുത്തരും എൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, എൻ്റെ നാവിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, എൻ്റെ കൈകാലുകളുടെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതരായിരിക്കണം എങ്കിൽ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാം. അതല്ല, എൻ്റെ കൈകാലുകളും എൻ്റെ നാവ് കൊണ്ടും ഞാൻ മറ്റുള്ളവനെ ഉപദ്രവിക്കുന്നുണ്ട് എങ്കിൽ
ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക, അവൻ്റെ കർമ്മങ്ങളാണ് അള്ളാഹുവിന് ആവശ്യം. അത്തരത്തിൽ ഈ റമദാനിനെ വാർത്തെടുക്കാൻ, ഈ റമദാനിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കാൻ, ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ഇവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സകല തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളോട് നീ കരുണ കാണിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. നാടിൻ്റെ നാനാഭാഗത്ത് പ്രയാസമനുഭവിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹുവെ നീ സമാധാനവും മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, പല ആളുകളും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, അവർക്ക് അള്ളാഹുവെ നീ ശമനം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നമ്മുടെ കൂട്ടത്തിലും ധാരാളം ആളുകൾ ശാരീരികമായി കൊണ്ടും മാനസികമായി കൊണ്ടും രോഗത്തിൻ്റെ പിടുത്തത്തിലാണ് റബ്ബേ. അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് ശമനം നൽകി രോഗശിഫാ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, റമദാനിൻ്റെ ഇനിയുള്ള ഓരോ പകലുകളും രാത്രികളും നിനക്ക് വേണ്ടി നന്മ ചെയ്യാൻ, ഖുർആൻ ഓതാൻ, തഖ്വയിൽ മുന്നേറാൻ, ദാനധർമ്മങ്ങളിൽ ഒന്നാമനാകാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ വിട്ടു പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.